അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിസരബോധം എന്നത് വിവേകമുള്ള ഏതൊരാളുടെയും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരിസരബോധമില്ലാതെ റോഡിൻ്റെ ഇരുവശത്തുകൂടി നടന്ന് അപകടത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. പരിസരബോധമില്ലാതെ വണ്ടി ഓടിച്ച് നാശം വരുത്തി വെക്കുന്നവരുണ്ട്. പരിസരബോധമില്ലാതെ സംസാരിച്ചും മറ്റു ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെട്ടും നിന്ദ്യരാകുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പരിസരബോധം നമുക്ക് എന്തു ചെയ്യുമ്പോഴും അത്യാവശ്യമാണ് എന്നർത്ഥം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം അപ്പുറത്ത് അവൻ്റെ ആത്മീയ ജീവിതത്തിൽ പരിസരബോധത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സത്യവിശ്വാസികൾ ശഅബാൻ മാസത്തിൻ്റെ മധ്യത്തിലേക്ക് കടക്കുകയും റമദാനിലേക്ക് കടക്കാൻ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു പരിസരം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസമായി റമദാനിലേക്ക് അടുക്കുംതോറും കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ ആരാധനകളിൽ മുഴുകി കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെ അവിടുത്തെ സുന്നത്തിൽ നമുക്ക് കാണാം. റമദാൻ ഏതോ ഒരു മഹാ ആത്മീയ ഉത്സവത്തിൻ്റെ വരവായി കണ്ടിരുന്നു എന്നത് മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റമദാനിൻ്റെ വരവ് നമ്മുടെ പരിസരബോധത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റുകയും ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ചിലതൊക്കെ തിരുത്താനുണ്ട്, ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് ജീവിതത്തിൽ എന്ന ഓർമ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇത്. നോമ്പ് നിർബന്ധമായിട്ടുള്ള ആളുകൾ വല്ല കാരണത്താലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നോറ്റുവീട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അശ്രദ്ധയാണ് ജീവിതത്തിൽ അധിക പേർക്കും വരുന്ന ആപത്ത്. അറിവില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ അല്ല. എല്ലാം അറിയാം, എല്ലാം ബോധമുണ്ട്, പക്ഷേ അശ്രദ്ധ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുകയും നന്മയെ മറപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജീവിത അനുഭവം. എവിടെ നോക്കിയാലും കളിക്കാനും ചിരിക്കാനും ആസ്വദിക്കാനും ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും സൗകര്യപ്രദമായ കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. തമാശകളും കളികളും അതുപോലെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി വേനൽക്കാലം വീണ്ടും കടന്നു വന്നിട്ടുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു വലിയ പുണ്യമാസത്തിൻ്റെ മുമ്പിലാണ്. ഒരുപാട് തിരുത്തേണ്ടതുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. സാമ്പത്തിക രംഗത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരുപാട് നന്മകൾ ചെയ്യാൻ ആകെ കൂടി ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. ഈ ഒരു പരിസരബോധം മറന്നുകൊണ്ട് ജീവിക്കരുതെന്നാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, കുല്ലുന്നാസി യഗ്ദു ഫബായിഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ. ഓരോ മനുഷ്യനും രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് ജീവിത വ്യവഹാരങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നു. എന്നിട്ട് അവൻ്റെ ശരീരത്തെ ഒന്നുകിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നരകത്തിൽ അടിമപ്പെടുത്തുന്നു. ഇതിൽ ഏതാണ് നാം? രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ തിന്മകളിൽ നിന്നകന്ന് കൂടുതൽ ശുദ്ധിയിലേക്കും കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തിലേക്കും കടന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയാകുന്ന പകലുകളാണോ രാത്രികളാണോ നമ്മുടേത്?
അതല്ല അശ്രദ്ധയും കളികളും തമാശകളുമായി ജീവിതം കഴിച്ചുകൂട്ടി അവസാനം ഖേദിക്കാൻ വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരാണോ നമ്മൾ? ശ്രദ്ധിക്കുക, റമദാൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുവേണ്ടി കൂടുതൽ ഒരുങ്ങണം. കൂടുതൽ പശ്ചാത്താപബോധത്തോടുകൂടി ആരാധനയ്ക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കണം. മനസ്സിനെ കൃത്യമായും പാകപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.